ഹലോ. അപ്പോൾ നമുക്ക് നമ്മുടെ പണിപ്പുരയിലോട്ട് കയറാനുള്ള ടൈമായി കേട്ടോ. കാരണം വേറെ അങ്ങോട്ടല്ല, പണിപ്പുര മീൻസ് ഇപ്പോൾ ബിഗ് ബോസിൽ 7ൻ്റെ പണിയാകുമ്പോഴത്തേക്കും അതിലും പണിപ്പുര ഉണ്ടല്ലോ അല്ലേ. ഇത് ആ പണിപ്പുരയല്ല കേട്ടോ, എൻ്റെ കിച്ചണാണേ. അപ്പോൾ കിച്ചണിലോട്ട് കയറാൻ മുന്നേ ഇങ്ങനെ മുടി കെട്ടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നൊക്കെ എനിക്കറിയാം. അതല്ല, കാരണം മുടി ഭയങ്കരമായിട്ട് ഊരിപ്പോകുന്നേ. അപ്പം ഇങ്ങനെ ചുരുണ്ട് മുടി പൊട്ടി പൊട്ടി വീണാൽ തന്നെ അത് നമുക്ക് കറിയിലൊക്കെ വീണാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുടി പിന്നിക്കെട്ടി കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാം. ആ സാധനം എന്ത് പേരെന്നൊന്നും എനിക്കറിയില്ല. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു സാധനമായിരുന്നു കേട്ടോ. ഫിഷ് ഫ്രൈ വെച്ചിട്ട് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഇല്ലേ, അതാണ് ഇത് കേട്ടോ. അതായത് ചിക്കൻ്റെ ഗിസാഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കട്ടിയുള്ള ഭാഗമില്ല, അതിനെന്താ ഒരു മലയാളത്തിലൊരു പേരുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി. അതിങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് നെയ്യ് ഇറങ്ങി വന്നിട്ട് ആ നെയ്യാട്ടോ കാണണമല്ല. പിന്നെ സവോളയും അതുപോലെ വെളുത്തുള്ളിയും നന്നായിട്ടൊക്കെ വരട്ടി വരുമ്പോൾ സൂപ്പറാവും. അതിനിടയ്ക്ക് ശംഖു ആദ്യം വന്നു, അതിന് ശേഷം കേട്ടോ കണ്ണം വന്നു. ശംഖു വന്നുകൊണ്ട് ആദ്യം ശംഖുവിന് കാപ്പി കൊടുത്തു. ശംഖു കാപ്പി കുടിച്ച് തീർന്നതിന് മുന്നേ കണ്ണം വന്നു. പക്ഷേ കണ്ണന് കാപ്പി കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇല്ലെന്ന് എനിക്കിന് കാപ്പിയില്ല. കാരണം ഞാൻ ഇവിടെ പിടിപ്പത് പണി, എൻ്റെ സ്റ്റവ് ഒന്നും ഒഴിയില്ല, ആകെ 2 ബർണറേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി കാപ്പി വെക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് വിശക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡാക്കി കുറച്ചും കൂടി, ഭയങ്കരമായിട്ട് സ്പീഡാക്കി കേട്ടോ. കാരണം പടപടിയെന്ന് പണി തീർന്ന് കഴിഞ്ഞാൽ വേഗം കൊടുക്കാമെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് ഈ സവോള നല്ല വാട്ടാൻ പറ്റിയില്ല. സവോള നല്ലോണം വാട്ടിയിട്ട് വേണം ശരിക്കും ആ മീനിൻ്റെ കറി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ എനിക്കത് അങ്ങനെ പറ്റിയില്ല. മീൻ വറുത്ത് വെച്ചു, പിന്നെ അപ്പം ഉണ്ടാക്കൂടെ തന്നെ ഇത് കുറച്ചുകൂടി ഒന്ന് വാട്ടിയിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ കണ്ണം പറഞ്ഞത് നല്ല രുചി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ സിലോപ്പി മീനായതുകൊണ്ട് ഇവൻ രുചി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം എനിക്ക് സിലോപ്പി ഇഷ്ടമില്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ അതുമല്ല, എനിക്ക് സിലോപ്പി ഇഷ്ടമില്ലെന്നുള്ള കാര്യം വീഡിയോയിലൂടെ ദേവൂട്ടി അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സിലോപ്പിയൊക്കെ കുറേ പിടിച്ചു കൊടുത്തിട്ട് ചിക്കു ചേച്ചിക്ക് കൊടുക്കണ്ട, കണ്ണൻ ചേട്ടന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പോൾ ഇഷ്ടമില്ല എന്നറിയാമല്ലോ, അതായിരിക്കും. എനിക്കെന്തോ പെട്ടെന്നൊരു മടുപ്പായി പോയിരുന്നേ. ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു മീനൊക്കെ, എനിക്ക് ഭയങ്കര മടുപ്പായി. പിന്നെ അതാ ഇങ്ങനെ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഇനി കുറച്ചുകൂടെ ഒഴിച്ച് അതൊന്ന് മൂടി വെക്കാം. വേണമെങ്കിൽ വാഴയില വെച്ച് മൂടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് മീൻസ് അതിൻ്റെ മൂടി വെച്ചിട്ട് മൂടാം കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഞാനിങ്ങനെ അയിലയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അടിപൊളിയാണ്. പക്ഷേ ശംഖുവിന് വിളിച്ചപ്പോഴത്തേക്ക് ശംഖുവിൻ്റെ വയറ് നിറഞ്ഞു പോയി. അമ്മ ഇഷ്ടംപോലെ ഫുഡ് കൊടുത്ത് വയറ് നിറച്ച് കേട്ടോ. കാരണം എന്തായിരുന്നു, എന്തൊക്കെയോ സാധനം അമ്മ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കണ്ടായി. അപ്പോൾ എൻ്റെ കറികൾ മാത്രം ടേസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ പോയത്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ചിന്നുനാണെങ്കിൽ പിന്നെ എന്തൊക്കെ കൊടുത്താലും വിഷയമല്ല. എവിടത്തേക്ക് വിളിച്ചിട്ട് ഇച്ചിരി ഭക്ഷണം ഇച്ചിരി ചെറുതായ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇവാതുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓടി വന്ന് വിളിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, അവൻ്റെ ഒരു പീസെടുത്ത് കഴിച്ച് നോക്കിയപ്പോഴാണ് ഹായ് എന്തൊരു രുചിയാ, സൂപ്പർ, ഒരു രക്ഷയില്ല. പിന്നെ കാണുന്ന അപ്പുറത്തെ കസേര വലിച്ചിടുന്നു, കറികളെല്ലാം തീരുന്നു. അപ്പോൾ എന്താ വേണ്ടി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീട്ടിൽ കണ്ടവരെ ബൈ ബൈ.